ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മക്രോണി ഉണ്ടാകും. നിങ്ങൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടോ? ട്രൈ ചെയ്തിട്ടില്ലാത്തവരെ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള സാധനം എന്താ വെച്ചാൽ മക്രോണി, ഉള്ളി, പച്ചമുളക്, തക്കാളി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, കറിവേപ്പില, ഇതൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പിടാൻ മറക്കല്ലേട്ടാ. പിന്നെ നമുക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഒക്കെ ഇടുക. ഇതിൻ്റെ അകത്ത് മുളക് പൊടി കുറയ്ക്കാൻ പാടില്ല. നല്ല എരിവ് കിട്ടിയാലേ ഈ ഉണ്ടക്കുള്ള ആ ടേസ്റ്റ് വരുള്ളൂ. കാരണം നമ്മൾ ഈ മക്രോണി നന്നായിട്ട് വേവിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ആ ടേസ്റ്റ് വരണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. എരിവ് കഴിക്കാൻ പറ്റാത്തവർക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. എരിവൊക്കെ അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഈ ഐറ്റം എന്തായാലും ഇഷ്ടപ്പെടും. ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്ക് 3 മുട്ട ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഞാനിവിടെ മുട്ട ചേർക്കുന്നത്. നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ മുട്ട ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലോണം കിടന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു രൂപത്തിൽ കിട്ടും. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച മക്രോണി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്താൽ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടും. അത് നന്നായിട്ട് നമ്മൾ ഉണ്ടയാക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മക്രോണി ഉണ്ട് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ടാറ്റാ.